السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നമ്മുടെ ക്ലാസ് ലാമിനോട് ബാ ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ്. ഒരുപാട് അക്ഷരങ്ങൾ ബായോട് ചേർന്ന് വരുമ്പോൾ എങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലാമിനോട് ചേരുമ്പോൾ എങ്ങനെ എഴുതും? ബാവും ലാമും എഴുതുമ്പോൾ രണ്ടും ഒരേ ലെവൽക്കല്ല എഴുതേണ്ടത്. ലാമിനെ വരിയിൽ നിന്നും താഴോട്ട് ഇറക്കിക്കൊണ്ടാണ് എഴുതേണ്ടത്. ബാ വരിയോട് ചേർന്നുകൊണ്ടാണ് എഴുതേണ്ടത്. ഇങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ലാമിന്റെ നടുവിൽ വരികയാണെങ്കിലും അതുപോലെ വാരാക്ഷരത്തിന് നടുവിൽ ലാം വരികയാണെങ്കിലും താഴത്തേക്ക് അല്പം ഇറക്കി എഴുതേണ്ടതുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ബാ ലാം എന്നതിന് ഉദാഹരണമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ബാ എഴുതിയതിനു ശേഷം ലാം എഴുതുമ്പോൾ അല്പം താഴോട്ട് ഇറക്കിയിട്ടാണ് ലാം എഴുതേണ്ടത്. അതുപോലെ തന്നെ നടുവിൽ ലാം വരുമ്പോഴും ലാമിനെ അല്പം താഴോട്ട് ഇറക്കി എഴുതണം. പിന്നെ ലാമിനെ നീട്ടുമ്പോൾ, അതായത് ബായോട് കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ ലാമിനെ നീട്ടുമ്പോൾ ലാ എന്ന് എഴുതുമ്പോൾ ഈ രൂപത്തിലും എഴുതാം. ചേർത്ത് എഴുതാതെ നടുവിൽ ലാം വരുമ്പോഴും ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. ഇൻഷാ അല്ലാഹ് ലാമിനെ കുറിച്ചുള്ള ഒരക്ഷരത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളും അടുത്ത ക്ലാസ്സുകളൊക്കെ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ബാവും ലാമും എഴുതേണ്ടത് ശരിക്കും മനസ്സിലാക്കി വെക്കണം. ലാമിനെ വരിയിൽ നിന്നും താഴേക്ക് ഇറക്കിക്കൊണ്ടാണ് എഴുതേണ്ടത്. അതിനൊക്കെ കണക്കുണ്ട്. ഓവർ താഴത്തോട്ട് ഇറക്കാൻ പാടില്ല, മുകളിലേക്ക് ഓർമ്മിക്കാൻ പാടില്ല. ഒരു കണക്ക് പ്രകാരം എഴുത്തിന്റെ ഭംഗിക്ക് വേണ്ടി ഭംഗി കിട്ടുന്ന രൂപത്തിലായിരിക്കണം എഴുതേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് ലാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് നല്ല രൂപത്തിൽ എഴുതി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി